ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞാൽ അറിയില്ലല്ലേ, നമ്മളറിയില്ലല്ലായിരിക്കും. നമ്മളിന്ന് പരിചയപ്പെടുത്താം. നമ്മൾ കണ്ണൂർ നാറാത്ത് ഉള്ളവരാണ്. ഞാൻ ശ്രീജ. ഇത് എൻ്റെ മോൻ സിദ്ധിന്ന പേര്, പക്ഷെ പൊന്നുന്ന വിളിക്കില്ല എല്ലാവരും. അവിടെ പൊന്നെന്ന് പറഞ്ഞാലേ അറിയും. ഇത് മോൻ്റെ ഭാര്യ അമൃത, അമ്മൂന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ മൂന്നാളാണ് ഈ വീട്ടിലുള്ളത്. ഒരു മോനും കൂടിയുണ്ട്, പിന്നെ ഒരു മോൻ്റെ ഭാര്യയുണ്ട്, പിന്നെ കുഞ്ഞു ഭാവിയുണ്ട്. 2 വയസ്സാകാൻ പോകുന്നതിന്. അവരക്ഷെങ്കിൽ മോൻ ഇവിടെ ഇല്ല, മോൻ പുറത്താണ്. അതുകൊണ്ട് മോൻ്റെ ഭാര്യയും കുഞ്ഞും ഉള്ള വീട്ടിലാണ്. ഇപ്പോൾ നമ്മൾ മാത്രം ഒരാളും ഇന്നത്തെ നമുക്ക് പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പോകുന്നത്, നമുക്ക് ഒരാളും കൂടെ വരാൻ പോകുന്നുണ്ട്. ആ വരാൻ പോകുന്നത് എവിടെയുള്ളതെന്ന് കാണിച്ചട്ടെ. എവിടെയാണുള്ളത് കാണിക്ക്, വീഡിയോ കാണിക്ക്. എവിടെയാണുള്ളത് വരാൻ പോകുന്ന ആൾ അതാണ്. അപ്പോൾ ആൾക്ക് ഇന്ന് 5 മാസമായി. 5 മാസം ആയിട്ടില്ല, ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ആ ഇടുന്ന വീഡിയോ അതാണ്. നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്, അതിന് പുങ്ങമ്പക്കൽ എന്നാണ് പറയുക. അതിന് ഇപ്പോഴത്തെ അത് പണ്ടത്തെ ഭാഷയാണ് അത്. പക്ഷെ അതെന്താണെന്നൊന്നും അന്നേരം അറിയില്ലായിരുന്നു. ഇപ്പം മനസ്സിലായത് അമ്പലത്തിൽ പോയിട്ട് നെയ് സേവിക്കലാണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ പേരിന് അതിലെന്താ അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ രാവിലെ പോയി. മയ്യൽ വാളത്തമ്പലത്തിലായിരുന്നു പോയത്, ഗണപതി ക്ഷേത്രത്തിൽ. അപ്പം അതിന് ബാക്കിയുള്ളത് അവിടെയുള്ള വിശേഷങ്ങളാണ് അമ്പലത്തിലുള്ളത്. നമ്മുടെ ചാനലിൻ്റെ പേര് അന്നൂസ് വേൾഡ് എന്നാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അന്നൂസ് വേൾഡ് 27. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണുള്ളത്. കുറച്ച് നേരത്തെ പോകാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ലേറ്റായിപ്പോയി. നമ്മൾ ഇറങ്ങുമ്പം തന്നെ 6:15 നേരത്തെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ കുറച്ച് നേരത്തെ റെഡിയായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കാറിനാണ് പോയത്. കാറിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം വെളിച്ചമൊന്നും വന്നിട്ടില്ല. 6:15 എന്നാലും ഇരുടാന്ന്, വെളിച്ചമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം മയ്യിലെത്തി. നമുക്കിപ്പം നാറാത്താണ് സ്ഥലം. അപ്പോൾ നാറാത്തുനിന്ന് മയ്യിലേക്ക് വരാൻ ഒരു 10-15 മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം മയ്യിലെത്തി. നമ്മളിപ്പം അമ്പലത്തിലെത്തി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ നേരെ കുളത്തിലേക്കാണ് പോയത്. ഇതാണ് ക്ഷേത്രക്കുളം. അപ്പോൾ നമ്മളധികം ലേറ്റ് ആക്കാണ്ട് വേഗം കുളത്തിലിറങ്ങി. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരാൾ നേരത്തെ ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് അമ്മ പറയുന്നുണ്ട്, നല്ലുണ്ട് കാണാൻ, ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുളത്തിൽ നിന്ന് കാല് കഴുകി നമ്മൾ നേരെ അമ്പലത്തിൽ കയറാൻ വേണ്ടി പോയി. അപ്പോൾ സൈഡിൽ വഴിപാട് കൗണ്ടർ ഉണ്ടേനും. അപ്പോൾ നമ്മൾ നേരെ അവിടെയാണ് ചെന്നത്. 5-ാം മാസത്തിലപ്പോൾ പ്രത്യേക വഴിപാടും കാര്യങ്ങളാണ് ഉണ്ടായത്. അതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടേനും. അതുപോലെ തന്നെ നെയ് സേവിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് കൂടിയുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്ക് കറക്റ്റ് അറിയാത്തതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ കുപ്പിയെല്ലാം എടുത്തിട്ടേനും പോയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചത് അവിടെ നിന്ന് നെയ്യ് പൊളിച്ചിട്ട് തരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവരന്നേരം അവിടെ എത്തിയരാന്ന് അവർ പറയുന്നത്. അതായത് നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണം, എന്നിട്ട് അത് പൂജിച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാത്ത പ്രശ്നം ഉണ്ടേനും.
അപ്പോൾ അവിടെയുള്ളവരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു. ഇതാണ് നമുക്ക് അമ്പലത്തിനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫോണെല്ലാം സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി വഴിപാടെല്ലാം കഴിപ്പിച്ചു. ഇതാ നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, പായസം കിട്ടി. നമ്മളിപ്പോൾ പിന്നെ വേളം ഗണപതി ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ഉള്ളത് കേട്ടോ. കുളത്തിലല്ല ഇങ്ങനെ പടവുകൾ ഇറങ്ങി ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നത്. ഇഷ്ടംപോലെ പടവുണ്ട് കേട്ടോ. പടവ് ഞാൻ എണ്ണീറ്റൊന്നുമില്ല. നല്ല കാണാൻ അടിപൊളിയുള്ള എന്താണ് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ ദിവസം പോകുന്നേ അറിയില്ല. അത്രയ്ക്ക് നല്ല സുന്ദരമായ സ്ഥലം, ഇരിക്കാനും കിടക്കാനും എല്ലാം നല്ല സൗകര്യമുള്ളിടത്ത്. എൻ്റെ ചുറ്റുമതിലിൻ്റെ കുളത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ തൂണ് കണ്ടോ. ഈ തൂണ് കുറച്ച് ദൂരേന്ന് കാണുമ്പോൾ ആ കറുപ്പ് മുള്ള ഭാഗം ശരിക്കും ഒരാന നിന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് വരുമ്പോൾ തന്നെ ഒരു ആകർഷണീയത അതിന്. അങ്ങനെ ചുറ്റുമതിൽ ഒരു ഭാഗത്തേക്ക് ഗേറ്റ് ഉണ്ട്, പക്ഷേങ്കിൽ അത് പൂട്ടിയിട്ടിട്ടുള്ളത്. അതിലോട്ട് അങ്ങനെ ആരും കിടക്കുന്നില്ല. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പല്ല, അതിങ്ങനെ കുറച്ച് പക്ഷേ ഇറങ്ങി വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വിധത്തിൽ. അത് 2 ഭാഗം, പിന്നെ 2 ഭാഗത്ത് സ്റ്റെപ്പ്. എൻ്റെ മക്കളുടെ അവിടെ നിൽക്കുന്നത്, അവരങ്ങ് എന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഞാനും ഒന്ന് സ്റ്റെപ്പ് കുളത്തിലേക്ക് ഇറങ്ങട്ടെ. ഇറങ്ങി ഇത് കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുളത്തിലേക്ക് സ്റ്റെപ്പ്. പിടിക്കുന്നവർ ശരിയാകുന്നില്ല, അതിൻ്റെ സ്റ്റൈൽ കാണുന്നില്ല അല്ല ഞാൻ പിടിക്കുമ്പോൾ. എന്നാലും സാരമില്ല, നോക്കട്ടെ. കുളത്തിൽ കുറേ മീനുണ്ട്, വലിയ മീനെല്ലാം ഉണ്ട്, വലിയ മീനുണ്ട്, ചെറിയ മീനുണ്ട്. പക്ഷേ നമ്മൾ കണ്ടപ്പം വലിയ മീനെല്ലാം ഉള്ളിലോട്ട് തന്നെ പോയി കുളത്തിലോട്ട്. അപ്പോൾ നല്ല വഴുക്കുണ്ട് ഇവിടെ. അതുകൊണ്ട് മോനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഴുക്കുണ്ട് ഇറങ്ങാൻ പേടിയാകുന്നുണ്ട് കേട്ടോ. മീനും അങ്ങനെ വന്നിട്ട് കാണുന്നില്ല. കുഞ്ഞു മീനുണ്ടായിരുന്നു ഒരു ഇഷ്ടം പോലെ, പക്ഷെ വരുന്നില്ലല്ലോ ആരും. എല്ലാവരും പേടിച്ച് പോയി തോന്നും. എന്നാൽ പിന്നെ ഞാനിങ്ങ് കയറിയാക്കാം, അവർ വരുമോ നോക്കട്ടെ. ഇതാ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. ക്യാമറയിൽ കാണുന്നില്ല എന്ന് തോന്നുന്നു. പൊടിയാ കുഞ്ഞുങ്ങൾ നോക്കട്ടെ, അവർ കിട്ടുമോ നോക്കട്ടെ. ആ വരുന്നുണ്ട്. അയ്യോ, എൻ്റെ കാലിന് ചുറ്റും പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാ എന്താ ഒരു പേടിയൊന്നും ഇല്ലായിരിക്കും. എല്ലാവരും ഇങ്ങനെ കാലിന് വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടോ. പക്ഷെ കാല് അനങ്ങുമ്പോൾ പേടിച്ച് പോകുന്നുണ്ട്. പോയി എല്ലാവരും ദൂരോട്ട് പോയി. എന്നാൽ പിന്നെ ഞാനും കയറിയേക്കാം. അവർക്ക് പോകാൻ തിരക്കായി. അവർ രണ്ടാളും കണ്ടാ ഒന്നും പറയണ്ടതാ, കയറി കരക്ക് നിൽക്കുമെന്ന് രണ്ടാളും. ഇത് നമ്മുടെ കുളത്തിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ടുള്ള ശില്പമാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നല്ലേ. നമ്മൾ രാവിലെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് ചായ ഒന്നും കുടിക്കാണ്ടേന് ഇറങ്ങിനി. അതുകൊണ്ട് തന്നെ നമ്മൾ വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് വേഗം ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുമെന്ന്. നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒന്നാമത് നമുക്ക് വീട്ടിലെത്തിയിട്ട് സമയം ഉണ്ടായിട്ടില്ലായിരുന്നു ഒന്നും പറയാനും ചെയ്യാനൊന്നും. ഏട്ടനും ജോലിക്ക് പോകേണ്ടതിനും അനക്ക് പോകേണ്ട തിരക്കേനും. അതുകൊണ്ട് എത്തിയ ഉടനെ തന്നെ നമ്മൾ ജോലിക്ക് പോയതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ടാറ്റാ. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നമ്മൾ സ്വീകരിക്കും. അത് നല്ലതായാലും നല്ലതാണെന്ന് പറയാം, മോശമാണെങ്കിലും നമ്മളടുത്ത് പറ്റിയ അപാകത എന്താണെന്ന് അത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് തിരുത്താവുന്നതായിരിക്കും. നമ്മളിപ്പോൾ തുടങ്ങുന്നതാണ്, അതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ നമുക്കുണ്ട്. അതൊന്ന് ശരിയാക്കാൻ നിങ്ങൾ കൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്കത് തിരുത്തി കൊണ്ടുവരാം.
അതുകൊണ്ട് ഒന്ന് നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.